വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ? പരീക്ഷണക്കുറിപ്പ് എഴുതാം. ലക്ഷ്യം: വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമാണോ എന്ന് കണ്ടെത്തുക. ആവശ്യമായ സാമഗ്രികൾ: ഗ്ലാസ്, പയർവിത്തുകൾ, പഞ്ഞി, വെള്ളം. പരീക്ഷണ രീതി: ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ പഞ്ഞെടുത്ത് അതിനുള്ളിൽ പയർവിത്തുകൾ വയ്ക്കുക. ഗ്ലാസ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തുറന്നു വയ്ക്കുക. നിരീക്ഷണം: അടുത്ത ദിവസം വിത്തുകൾ മുളയ്ക്കും. ഇതിന് ലഭിക്കുന്ന ഘടകം ജലം, വായു, സൂര്യപ്രകാശം. വിത്തിന് ലഭിക്കാത്ത ഘടകം മണ്ണ്. നിഗമനം: വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണോ? പരീക്ഷണക്കുറിപ്പ് എഴുതുക. ലക്ഷ്യം: വിത്ത് മുളയ്ക്കുന്നതിന് വെള്ളം ആവശ്യമാണോ എന്ന് കണ്ടെത്തുക. ആവശ്യമായ സാമഗ്രികൾ: ഗ്ലാസ്, ഉണങ്ങിയ മണ്ണ്, പയർ, പണി. ഒരു ഗ്ലാസ് ജലാംശം തീരെയില്ലാത്ത മണ്ണെടുക്കുക. അതിൽ 4-5 പയർവിത്ത് ഇടുക. വിത്തുകൾക്ക് വായു, പ്രകാശം, അന്തരീക്ഷ താപം എന്നിവ ലഭിക്കണം. നിരീക്ഷണം: വിത്തുകൾ മുളച്ചില്ല. വിത്തിന് ലഭിക്കുന്ന ഘടകം വായു, സൂര്യപ്രകാശം, മണ്ണ്. വിത്തിന് ലഭിക്കാത്ത ഘടകം ജലം. ഘടകങ്ങൾ: വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമില്ലാത്തതുമായി അന്തരീക്ഷ ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുക. വായു, അനുകൂല താപനില, ജലം, വളം, സൂര്യപ്രകാശം, മണ്ണ്. ഉത്തരം: വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ വായു, ജലം, അനുകൂല താപനില. വിത്ത് മുളയ്ക്കുന്ന ആവശ്യമില്ലാത്ത ഘടകങ്ങൾ സൂര്യപ്രകാശം, മണ്ണ്, വളം എന്നിവയാണ്. മുൻ പരീക്ഷണങ്ങളിലെ ഗ്ലാസുകൾ പരിശോധിക്കുക. പാഠപുസ്തകം പേജ് നമ്പർ 52, പട്ടിക 4.2. വിത്ത് മുളച്ചതിന് ശേഷം നന്നായി വളരുന്ന നേരിയ ഗ്ലാസിലെ ചെടിയാണ്. ഗ്ലാസ് 1. ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത്? സൂര്യപ്രകാശം, വായു, ജലം, അനുകൂല താപനില, മണ്ണ്. മണ്ണില്ലാതെയും ചെടികൾ വളർത്തുന്ന നൂതന രീതി അറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്. വിത്ത് മുളച്ചുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രം. മണ്ണിൽ